വെൽക്കം ടു ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ്. ABC-യിൽ ഇന്ന് നമ്മോടൊപ്പം മലയാളത്തിന്റെ പ്രിയ കലാകാരൻ ശ്രീ ജയരാജ്. ജയരാജ നമസ്കാരം. നമസ്കാരം ഹരി. താങ്ക് യു. ഓരോ തവണ കാണുമ്പോഴും ജയരാജന് പറയാൻ ഒട്ടേറെ പുതിയ വിശേഷങ്ങൾ വാർത്തകളൊക്കെ ഉണ്ടാവും. ഇന്ന് പറയാനുള്ള ഏറ്റവും പുതിയ നല്ല വാർത്തകൾ എന്തൊക്കെ? അല്ല, എന്നും നല്ല വാർത്ത കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പലപ്പോഴും കെട്ട വാർത്തകളാണ് കേൾക്കുന്നത്. പക്ഷെ നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാം പുതിയതായി കാണണം, പഴയതൊക്കെ പുതിയതാവണം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിശേഷം പറയാനുണ്ട്. എനിക്ക് ഇളയരാജ എന്നൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയണം. നമ്മുടെ അപ്പോത്തിക്കിരിക്കും മേൽവിലാസത്തിനും ശേഷം മാധവ് രാമദാസിൻ്റെ സിനിമ. അത് ഗംഭീര സിനിമയാണ്, നല്ല സിനിമയാണെന്ന് അഭിപ്രായം കിട്ടിയിട്ടുള്ള സിനിമയാണ്. പിന്നെ ഉള്ളത് മറ്റേ മെക്സിക്കൻ അപാരതയ്ക്ക് ശേഷം ടോം ഇമ്മട്ടി സംവിധാനം ചെയ്യുന്ന ഗാംബ്ലർ, സൂപ്പർമാൻ ഒക്കെ ഇൻ്റർവ്യൂവിന് ശേഷം വേറെ ഒന്നാവും സിനിമ, അതിനകത്തുണ്ട്. പിന്നെ ഇപ്പോൾ ജോഷി സാറിൻ്റെ പടത്തിൽ തുടങ്ങാൻ പോകുന്നു. നമ്മുടെ ജോജു മാളയും ചെമ്പൻ വിനോദും നായകന്മാരായിട്ട് വരുന്നൊരു സിനിമ. അതൊരു 60s 80s ഒക്കെയാണ്, ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൻ്റെ സിനിമയാണ്. പൊറിഞ്ചു മറിയൻ ജോഷി സാറിൻ്റെ അതിനകത്തുണ്ട്. പിന്നെ ഇപ്പോൾ ആര് വിളിച്ചാലും പോവും. റിലീസ് ചെയ്ത സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. സംവിധാനം ചെയ്യുന്ന ആളെയും ഞാൻ കണ്ടിരുന്നു. കാവ്യഗന്ധർവൻ, ഗാനഗന്ധർവൻ, അതിലും വരാം. ഈ റിലീസ് ചെയ്ത സിനിമകളുടെ അടുത്ത് ഏറ്റവും ശ്രദ്ധേയമായത് പ്രേതമാണ്. പ്രേതം ജയരാജൻ ടോട്ടൽ ഇതുവരെ സിനിമ ചെയ്തിട്ട് കരിയറിലെ മൊത്തം സിനിമകളിൽ ജയരാജനോട് ഏറ്റവും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന പോലെ ഒരു ക്യാരക്ടറായിട്ട് തോന്നി. അതെന്താണ്? തീർച്ചയായിട്ടും അത് സംഭവിച്ചതാ. എന്താ അറിയോ, പ്രളയത്തിൽ മുങ്ങിയിരിക്കുകയായിരുന്നല്ലോ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം. ഇപ്പം സജീവായി വീണ്ടും. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം നമ്മുടെ രാജീവ് നായർ ബോംബെയിൽ നിന്ന്, അയാൾ എന്നെ 2 ദിവസം കൂടുമ്പോൾ വിളിക്കും. നമ്മുടെ പ്രൊഡ്യൂസർ ലിറിസിസ്റ്റ്, ഓർഡിനറിയും അനാർക്കലി. ഞാൻ പറഞ്ഞു, രഞ്ജിത് ശങ്കറിൻ്റെ സിനിമ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു വെറുതെ. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് വിളിക്കാം. അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു രഞ്ജിത്ത്, സിനിമ ഇന്നലെ തുടങ്ങിയല്ലേ, കൺഗ്രാറ്റ്സ്. അപ്പോൾ എനിക്ക് തിരിച്ചൊരു മെസ്സേജ് വന്നു, താങ്ക്സ് പറഞ്ഞിട്ട്. എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിലിരിക്കുകയാണ്, പ്രളയാനന്തര ജീവിതമാണ്. അപ്പോൾ ശരി വിളിക്കാം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനോജ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 15 ദിവസം വരാൻ പറ്റുമോ, ഒരു ക്യാരക്ടറുണ്ട്, ഞങ്ങൾ കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു, പെട്ടെന്നാണ് അങ്ങനെ വിളിച്ചപ്പോഴാണ് ഓർമ്മ വന്നതെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വരിക്കാശ്ശേരി മനയിൽ പോകുന്നു. അവിടെ ജയസൂര്യയും ടീമുകളുണ്ട്. ആ 4 പേര്, നമ്മുടെ സിദ്ധാർത്ഥ് ശിവ, അമിത്, പിന്നെ നമ്മുടെ സാനിയ, ദുർഗ, പിന്നെ മറ്റേ പെയിനില്ലേ ഡെയിൻ, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ രഞ്ജിത്ത് എന്നോട് പറഞ്ഞു, മുടിയൊക്കെ വെട്ടി ഒന്ന് ഉഷാറായിട്ട് നമുക്കൊരു സംഭവം ചെയ്യാനുണ്ട്. മുടിയൊക്കെ വെട്ടി റെഡിയായി. അങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞു, ക്യാരക്ടർ ഒരു വരിക്കാശ്ശേരി മനയുടെ കാര്യസ്ഥനാണ്, പേര് ഉണ്ണി വാര്യർ. തിരക്കേടില്ല, നോക്കാം. അങ്ങനെ ഞാനന്ന് മേക്കപ്പൊക്കെ ചെയ്ത് മുടിയൊക്കെ പറ്റി വേറെ സ്റ്റൈലിലാക്കി അവിടെ നിന്നു. അപ്പോൾ പറഞ്ഞു, ഒന്ന് ഇരുട്ടിയിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞു, സന്ധ്യാസമയത്ത് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് റെഡിയാക്കി. എന്നോട് പറഞ്ഞു, ഒരു ബനിയനും ഒരു തോർത്തും കൊണ്ടൊക്കെ ഇട്ട് വരാൻ പറഞ്ഞു, ഒരു കാവ്യമുണ്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഒരു സന്ധ്യാവന്തനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്, ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ ഇതുപോലെ ക്യാമറയൊക്കെ ഇച്ചിരി റെഡിയുണ്ട്. അപ്പോഴാണ് എനിക്കൊരു സംസ്കൃത ശ്ലോകം എടുത്ത് തരിക. ആനന്ദ് മധുസൂദൻ ട്യൂൺ ചെയ്ത ഒരു പാടിയത് ഉദയ് രാമേന്ദ്രൻ ഗായകൻ. ഞാനതവിടെ നിന്നിട്ട് പഠിച്ചു. എന്നോട് പറഞ്ഞു പഠിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചിട്ട് ഞാനിങ്ങനെ ലഭിച്ചു. ബ്രഹ്മാദയ അങ്ങനെ തുടങ്ങുന്ന ഒന്നാണ്. അപ്പം ഞാനത് വായിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു എനർജി വന്നു. ആ സമയവും കറക്റ്റാണ്, ഒരു ഡസ്റ്റ് സമയം. അപ്പോൾ ഞാൻ ഈ ശ്ലോകം ഇങ്ങനെ ഇരുന്ന് ചൊല്ലുമ്പോൾ 4 ഭാഗത്തു നിന്നും കഥാപാത്രങ്ങൾ, മണികണ്ഠൻ പട്ടാമ്പി കയറി വരുന്നു, ഈ 4 പേര് കയറി വരുന്നു, എൻ്റെ അടുത്ത് സിദ്ധാർത്ഥ് ശിവ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നിശബ്ദതയാണ്. അത് ടേക്ക് ഒരു 10-15 ഷോട്ട് എടുത്തിട്ടുണ്ട്, പല ഭാഗത്തു നിന്ന് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്യാരക്ടർ കിട്ടി. പറഞ്ഞു ഗംഭീരമായി. ഇളയരാജയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? ഇളയരാജയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് പലിശ പണം കൊടുക്കുന്ന ഒരു വലിയ മുതലാളി, നമ്മുടെ അനിൽ നെടുമങ്ങാടി ചെയ്യുന്ന ക്യാരക്ടറാണ്. വില്ലൻ പക്ക. അപ്പോൾ ഈ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ജീവിക്കുന്ന റെയിലിൻ്റെ
റെയിൽവേയുടെ അടുത്തുള്ള ചേരിയിൽ താമസിക്കുന്ന ഹരിശ്രീ അശോകൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഈ നമ്മുടെ അജയൻ ഉണ്ടപ്പക്രു, പിന്നെ 2 കുട്ടികൾ, ഭാര്യ. അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചാൽ തേക്കിൻകാട്ടിൽ കപ്പലണ്ടി വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ പലിശക്കാരനിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണല്ലോ. അപ്പോൾ ആ പലിശക്കാരനായിട്ടുള്ള അനിൽ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ സഹായി പിരിവുകാരനാണ് ഞാൻ. സൈക്കിളിൽ വന്നിട്ട് പിരിവ്. അപ്പോൾ പോയിട്ട് പറയും, പൈസ പിരിച്ച് വരാൻ പറയും എന്നോട് കഥാപാത്രം, ഈ വില്ലൻ കഥാപാത്രം. ജോണി എന്നാണ് എൻ്റെ പേര്. ജോണിയേട്ടൻ, മറ്റവൻ്റെ പൈസ കിട്ടിയിട്ടില്ല കേട്ടാ. അത് ഗഡുക്കൾ കുറേ ആയിട്ടുണ്ട്, അത് മേടിച്ചു കൊണ്ടുവരണം. പക്ഷേ എൻ്റെ കഥാപാത്രം എന്താ വെച്ചാൽ ദയാലുവായൊരു മനുഷ്യനാണ്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് വയ്ക്കും മുതലാളിക്ക് കൊടുക്കാൻ. അങ്ങനെ ഈ കഥാപാത്രത്തോടും അവരുടെ കുടുംബത്തോടും വളരെ അനുകമ്പയുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. സിനിമയും വളരെ നന്നാവുന്നതാണ് പ്രതീക്ഷ. രാമദാസൻ നല്ല ഡയറക്ടറാണ്. രാമദാസൻ്റെ മേൽവിലാസവും അപ്പോത്തിക്കരിയും ഒക്കെ അത് ഗംഭീരമായിട്ട് പോയിട്ടുള്ള ഈ സിനിമയും നന്നാവട്ടെ എന്നാണ് പ്രതീക്ഷ. ഈ ജയരാജ് വാര്യർ എന്ന കലാകാരൻ്റെ കരുത്ത് അല്ലെങ്കിൽ കഴിവ് എന്നത് നർമ്മബോധവുമായി ബന്ധപ്പെട്ടതാണ്. ശരിക്കും ഹ്യൂമർ സെൻസ് അല്ലെങ്കിൽ നർമ്മബോധം എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? നർമ്മബോധം ജന്മസിദ്ധമാണ്. ഇപ്പോൾ പാട്ട് പാടാനുള്ള കഴിവ് പോലെ തന്നെയാണത്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നർമ്മം ഉണ്ടാവും. നർമ്മം ജനിക്കുന്നതാണ്. ഈ കോമഡി ഷോകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ മിമിക്രി എന്ന കല ഇഷ്ടപ്പെടുന്നു. എനിക്ക് കാണാനത് എന്നെ ചിരിപ്പിക്കാറുണ്ട് മിമിക്രിയുടെ പ്രകടനങ്ങളൊക്കെ. പക്ഷെ അതിൽ ആർട്ടിസ്റ്റുകളിൽ ഈ കലാകാരന്മാർ കുറച്ചുകൂടെ വേഷപ്രച്ഛന്നതയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ വിഗ് വെച്ചും വേറെ വ്യത്യസ്തമായ ഡ്രസ്സസ് യൂസ് ചെയ്തും. ഇപ്പോൾ ജയരാജേട്ടൻ്റെ നർമ്മാവതരണത്തിൽ സ്റ്റേജിൽ ചിലപ്പോൾ മണിക്കൂറുകളും പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, ഒട്ടേറെ കലാകാരന്മാരെ അവതരിപ്പിക്കുന്നെങ്കിലും അത്തരത്തിലുള്ള ഒരു കെട്ടുകാഴ്ചകളില്ലാതെ അല്ല. ശരിയത് അതെങ്ങനെയാണ് അതിന്? അതെന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ബോഡിയിൽ നിന്നുകൊണ്ട് തന്നെ പല ആളാവണം. അതായത് നമുക്ക് നമ്മുടെ ഒരു ആഹാര്യം, നമ്മുടെ ഒരു മേക്കപ്പ്, നമ്മളൊരു മേക്കപ്പ് ഇട്ടിട്ടുണ്ടാവും, അതിൽ നമ്മൾ ഇതുപോലെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും. ഇതിൽ നിന്നിട്ട് പലരാവലാണ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പം ഉമ്മൻചാണ്ടി സാറിനെ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ വേഷത്തിൽ വന്നിട്ട് കാര്യമില്ലല്ലോ. ആ വേഷത്തിൽ വന്നാൽ 75% മാർക്ക് വീണു. പിന്നെ അവൻ്റെ ശബ്ദത്തിന് ഒരു 25% മാർക്കായി. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ രൂപത്തിൽ നിന്നിട്ട് അദ്ദേഹമായിട്ട് മാറണം. തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ നിലയ്ക്കും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം. നമ്മളിവിടെ നിന്നിട്ട് പറയണം. അവിടെ തന്നെ അപ്പം തന്നെ ഇവിടെ നിന്ന് മാറിയിട്ട് എന്താവണം, ഞാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതായി മാറണം. വിത്തിൻ സെക്കൻഡ്സ്, ആ സെക്കൻഡ്സിൽ മാറണം. എന്താ അവസ്ഥ? ഇപ്പം എവിടെ പോയാലും പണ്ട് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാണ് എന്നെ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ ശരണം വിളിച്ചുകൊണ്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത്. എന്ത് പറയും? ഇങ്ങനെ നിന്നുകൊണ്ട് മാറണം. മറ്റത് വേഷപ്രച്ഛന്നരായിട്ട് നടത്തുകയാണെങ്കിൽ അത് ഫാൻസി ഡ്രസ്സാണ്. പിന്നെ അതുപോലെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് തമാശ, റെക്കോർഡ് ചെയ്ത് പ്ലസ് ട്രാക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നർമ്മം പറയുക. അപ്പോൾ അതിലെന്ത് നർമ്മമുള്ളത്? നർമ്മം അവിടെ സംഭവിക്കണ്ടേ? അത് നേരത്തെ പറഞ്ഞ ജന്മസിദ്ധമാണെന്ന് പറഞ്ഞല്ലോ. ഇൻബോൺ ആയിട്ടുള്ള ഹ്യൂമർ സെൻസും ഇംപ്രവൈസ്ഡ് ആവുന്ന ഹ്യൂമർ സെൻസും ഉണ്ടല്ലോ. നമ്മൾ സ്വയം നമുക്ക് കിട്ടിയ ജന്മസിദ്ധമായ കഴിവിനെ പിന്നീട് സ്വയം വികസിപ്പിച്ചുകൊണ്ടുകൂടിയല്ലേ പലപ്പോഴും ഒരു കലാകാരൻ. തീർച്ചയായിട്ടും അവിടെ ജയരാജേട്ടന് എത്രത്തോളം അവർ ഇംപ്രവൈസേഷനുള്ള ശ്രമങ്ങൾ? ഇംപ്രവൈസേഷനാണ് മുഴുവൻ നടക്കുന്നത്. സ്റ്റേജിൽ കയറിയ ഇംപ്രവൈസേഷനാണ്. അതിപ്പോൾ ആക്ട് ചെയ്യുമ്പോഴും ഇംപ്രവൈസേഷനാണ്. അതിൽ ഇപ്പോൾ ജയരാജൻ ഒരു കോമഡി സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ ജയരാജ് വാര്യർ അത് പറയുന്ന വോയിസ് റെൻഡറിങ് സ്റ്റൈലും ഈ ശബ്ദഗുണവും അതിനോടൊപ്പം ഈ ശരീരഭാഷയുടെ ഗുണം വെരി സപ്പോർട്ടിങ് ആണ്. അത് ഒത്ത ഉയരം, അത് എല്ലാ കഥാപാത്രങ്ങളായി മാറാനായിട്ട് ഈ ബോഡി ലാംഗ്വേജ് എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ബോഡി ലാംഗ്വേജ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറയാമല്ലോ, ഈ ബോഡി മൈൻഡ് വോയിസ് എന്നാണ് ആക്ടിങ് തിയറി. ബേസിക്കലി ഒരു ആക്ടറുടെ ബോഡി, അയാളുടെ മൈൻഡ്, അയാളുടെ വോയിസ്, ഇതിൽ മൂന്നിന്നും ആണ് ഈ ക്യാരക്ടറൈസേഷൻ എല്ലാം ഉണ്ടാകുന്നത്. നിരീക്ഷണ പാഠവും നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമർ സെൻസ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബോഡിയിലൂടെയാണ് ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അത് എത്രത്തോളം ഫ്ലെക്സിബിൾ ആവണോ അത്രത്തോളം നന്നാവും കഥാപാത്രങ്ങൾ. അത് ഇപ്പോൾ നമ്മൾ ശരീരഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാർ കണ്ടാൽ നേരത്തെ പറഞ്ഞ ഒരു 75% ചിരി ആളുകളുടെ ഉള്ളിൽ ആ വരവിൽ നിൽപ്പിൽ തന്നെ ഉണ്ടാവുകയാണ്. കാരണം അവരങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇപ്പോൾ അടൂർ ബാസി സാർ, ഇന്നസെൻസ് സാർ നിൽക്കുമ്പോൾ അപ്പോൾ അവർ ഹ്യൂമർ സെൻസ് ഉള്ളവരാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. നാച്ചുറലി നമ്മൾ കാണുമ്പോൾ കണ്ടു ശരിക്കുമ്പോൾ ഗൗരവക്കാരെന്ന് തോന്നുന്നൊരു വലിയ വിഭാഗം കലാകാരന്മാരുണ്ട്. ഇപ്പോൾ ഭരത് ഗോപി സാർ ആയിക്കോട്ടെ,
അല്ലെങ്കിൽ തിലകൻ സാർ ആയിക്കോട്ടെ. ഞാൻ ഈ പേരുകൾ പറയാൻ കാരണം ഇവരിലുള്ളൊരു ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ജയരാജനെ? ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഭരത് ഗോപിയാശാൻ, അദ്ദേഹത്തെ പോലൊരു വണ്ടർഫുൾ ആക്ടർ ഇല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജയരാജ്, ഞാൻ ഒരാഴ്ചക്കാലം ONV സാറിനെ ജയരാജിൻ്റെ അടുത്തേക്ക് വിടാൻ പോവാ. ഞാൻ എന്തിനാ? ONV എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കണത്രേ. കാരണം ഞാൻ ഈ ONV സാറിനെ അനുകരിക്കുന്ന കണ്ടിട്ടുള്ള പെർഫെക്ഷൻ ഉണ്ടല്ലോ, അത് കണ്ടിട്ടാണ് പുള്ളി പറഞ്ഞത്. കാരണം അത് എന്നെ പുകഴ്ത്തി പറയില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആ സംസാരിക്കുന്നതും കവിത ചൊല്ലുന്നതും, ഗോപി എപ്പോൾ വന്നു, ഗോപിയെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്, ഗോപിയും ഞാനും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അനസൂയ വിശുദ്ധമാണ് എന്ന് ONV സാർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടാണ് ഗോപിയാശാൻ പിന്നീട് തിരുവനന്തപുരത്തൊരു മീറ്റിങ്ങിന് ONV സാർ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നു അത്രേ ഭരത് ഗോപിയേട്ടൻ. എന്തറിയോ, ഞാനവിടെ ONV സാറിനെ അല്ല കണ്ടത്, ഞാൻ ജയരാജ് സംസാരിക്കുകയാണോ എന്ന് സംശയിച്ചു. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇതിൽ, നർമ്മം. അല്ല, എന്നെ അങ്ങനെ വളരെ രസിപ്പിച്ചിട്ടുള്ള, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിരിപ്പിച്ചിട്ടുള്ള സംഗീത സംവിധാനം വിദ്യാധരൻ മാസ്റ്റർ. പുള്ളിയുടെ അടുത്ത് 5 മിനിറ്റ് ഇരുന്നാൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ക്രൂഡ് ജോക്സ് ആണ്. ഒരു സ്ഥലത്ത് പോയിട്ട് മറ്റേ ക്യാഷുണ്ട് ഓടിയോ, ക്യാഷുണ്ട്, അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് മേടിച്ചു, അണ്ടിപ്പരിപ്പ് ബെസ്റ്റാ, ഇത് മേടിച്ച് ബില്ല് എത്രയെന്നറിയോ? 600 രൂപ ഒരു പാക്കറ്റ്. സ്വർണ്ണ ഒറ്റടിക്ക് മാറി. അതാണ് മാഷ്. അതുപോലെ ഓരോരുത്തർ പാട്ട് പാടാൻ നിൽക്കുമ്പോഴും നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് ഇങ്ങനെ മോഹൻലാലിൻ്റെ വലിയ നടക്കുക, ആള് അറിയാലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണം നടക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടനും ഇതുപോലെ സുന്ദരനാ, ഇവനേക്കാൾ ഇത്തിരി കവളൊക്കെ ഉണ്ട്, അവനും ഇങ്ങനെ. അപ്പോൾ എന്നോട് വിദ്യാരൻ മാഷ് ചോദിച്ചു, അതാരാ? ആര്? അതൊക്കെ ആളാരാ? അത് ഇവൻ്റെ ചേട്ടനാ. അതെ, അയാളൊക്കെ മോഹൻലാലിൻ്റെ അയലോക്കാരൻ്റെ ചായ ഉണ്ട്. മനസ്സിലായില്ല? അയലൊക്കെ മോഹൻലാലിൻ്റെ ചായ ഇല്ല, മോഹൻലാലിൻ്റെ അയലോക്കാരൻ്റെ ചായ. മാസ്റ്റർ സ്പോണ്ടേനിറ്റിയാണ്, അസാധ്യമാണ് സ്പോണ്ടേനിറ്റി. ഇവരെ കുറിച്ചൊക്കെ ജയരാജനെ അവതരിപ്പിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. നമുക്കൊരു ക്യാപ്ഷൻ സ്വഭാവത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ മനസ്സിൽ ഏറ്റവും ക്രിസ്പായിട്ടും ക്യാപ്സൂൾ രൂപത്തിലാണല്ലോ ക്യാപ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ എന്ന പോലെ ഇപ്പം ഞാൻ ഓരോ നടന്മാരുടെ പേര് പറഞ്ഞാൽ ജയരാജൻ എങ്ങനെയാണ് ഒരു നിർവചനം അവരെക്കുറിച്ച് പറയാം. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അഭിനയത്തിൻ്റെ പാകത, പക്വം എന്ന് പറയില്ലേ, അതായത് ആവാലോ, എങ്ങനെ വേണമെങ്കിൽ ആവാലോ, പട്ടേരി പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ, അതായത് അതിനപ്പുറത്തൊന്നുമില്ല. തോർത്തുമുണ്ട് ഉടുത്തിട്ട് ഈ മുട്ടുവരുടെ തോർത്തുമുണ്ട് ഉടുത്തിട്ട് ഉടുക്കേണ്ട മുണ്ട് തോർത്തിട്ടിട്ടാണ്. അത് മനോജ് ജയൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, പറഞ്ഞു ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മൂപ്പര് കണ്ടെത്തി അത്രേ തോർത്തുമുണ്ട് ഉടുക്കുള്ളൂ, മറ്റേത് തോളിലിടും. എങ്ങനെ വേണേ ആവാലോ. അഭിനയത്തിൻ്റെ പരിപാക പക്വത എന്ന് പറയും. മുറിക്കാനില്ല, എഡിറ്റ് ചെയ്യാനില്ല, കറക്റ്റാണ്. യേശുദാസ് സാർ, അധ്യാപകൻ. എന്തധ്യാപകൻ? മലയാള ഭാഷ എൻ്റെ തലമുറയെയും എനിക്ക് മുമ്പുള്ള തലമുറയെയും ഒക്കെ ഉച്ചാരണം പഠിപ്പിച്ച ഏറ്റവും വലിയ പ്രഗത്ഭനായ, ഓരോ അക്ഷരത്തിൻ്റെയും ജീവൻ പഠിപ്പിച്ച ആൾ. മാത്രമല്ല വെറുമൊരു പാട്ടുകാരനല്ല, അതൊരു 3-4 തലമുറ എന്ന് വേണമെങ്കിൽ പറയാം. 5 തലമുറ. യേശുദാസ്, ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ പാട്ടുകാരനല്ല, കർണാടക സംഗീതജ്ഞൻ, മഹാഗുരു, പ്രണാമം. പി ജയചന്ദ്രൻ, അത് ഭാവാംശം. ഇവിടെ ഇരുന്ന പാടുന്നത് ഭാവതലാണ്. അതായത് എങ്ങനെയാണ് ഭാവാത്മകമായി പാടുക എന്നുള്ളത് പഠിക്കണം. ഹൃദയത്തിൽ നിന്ന ശബ്ദം. പ്രണയിയാണ്, പക്ഷെ ആർക്കും അറിയില്ല, പക്ഷെ പാട്ടിലത് വരും. സ്വരം കൊണ്ടാണ്. സംവിധായകൻ രഞ്ജിത്ത്, മാൻലി ആണ്, ആണത്വത്തിൻ്റെ അല്ലേ, ഭയങ്കര മാൻലി ആയിട്ട്. മോഹൻലാൽ സാറിന്റെ കഥാപാത്രങ്ങളുടെ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കാണുന്ന രഞ്ജിത്ത് സാറിനെ. അതെ. അതായത് ഒരു സ്ഥലത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എന്തുട്രോ എന്ന് പറയുമ്പോൾ ഒന്ന് പറയും, ഭയങ്കര മാൻലി ആയിട്ടുള്ള ഒരാളാണ്. എന്നാൽ മോഹൻലാൽ സാർ അതായത് ലക്ഷണമൊത്ത ഒരു കൊമ്പനാന. ക്ഷേത്രഗോപുരം കടന്നു വരുമ്പോഴത്തെ ഒരു ഫീൽ എന്താണ്? അതായത് മലയാളത്തിൻ്റെ അംബാസഡറാണ്, ചലച്ചിത്രാഭിനയ കലയിലെ മലയാളത്തിൻ്റെ അംബാസഡറാണ്. ഗാംഭീര്യം, പ്രൗഢി, ഇങ്ങനെ
പ്രേം നസീർ നിറയൗവനം, പാട്ടിൻ്റെ കാമുകൻ, ശരിക്ക് കാമദേവൻ. അതായത് അത്രയും സൗന്ദര്യമുള്ളൊരു ആളില്ല, ഇനി ഉണ്ടാവില്ല, 100 കൊല്ലത്തേക്ക് ഉണ്ടാവില്ല. അതെങ്ങനെയാണ് ആ ഒരു സൗന്ദര്യത്തിനെ? അല്ല, അതെങ്ങനെയാ വെച്ചാൽ പാട്ടല്ലേ. പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ച തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ, ഈ ആരാധകനാണോ. വീട്ടിലേക്ക് വരും അന്വേഷിച്ചിട്ട് കാമുകി. മമ്മൂക്ക ഭാഷയ്ക്ക് അതീതമായിട്ടുള്ള ഒരു മഹാനടനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സിനിമ കണ്ട അനുഭവത്തെ കുറിച്ച് ചോദിക്കാം. അതെ, അപ്പൊ മമ്മൂക്കയുടെ പുതിയ സിനിമ, മമ്മൂക്കയുടെ പേരൻപ് കണ്ടപ്പോൾ, മമ്മൂക്ക എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ ആക്ടറാണ്. കാരണം മമ്മൂക്ക ആദ്യകാലത്ത് കണ്ട അഭിനയത്തിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഒരുപാട് മാറി. പേരൻപ് കണ്ടപ്പോൾ ഞാനൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതോ ഒരു ഈ ആക്ടറെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് വരെ തോന്നിപ്പോയി ആ ക്യാരക്ടറിനെ. കാരണം അതങ്ങനെയാണ് ആ ഭാവപ്പകർച്ച. പിന്നെ മാത്രമല്ല, മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, വളരെ സീനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള മറ്റൊരു ഗാംഭീര്യത്തിൻ്റെയും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഒക്കെ അപ്പുറത്തുണ്ട്. അക്ഷയനിധി എന്നാ പറയുക, എറ്റേണൽ ട്രഷറാണ്. അതിന് ഇനിയും കുറേ എടുക്കാണ്ട്. നമ്മൾ മലയാളത്തിലെ ഇത്രയും താരങ്ങളെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ പറയുമ്പോൾ ഇന്ത്യൻ സിനിമയിലെ നടന്മാരെടുത്താൽ നമുക്ക് ഹ്യൂമർ തന്നെ കൈകാര്യം ചെയ്യാം. ഹ്യൂമർ ഇപ്പോൾ ഹിന്ദി സിനിമയിലുള്ള നടന്മാർ ഹ്യൂമർ റോൾസ് ചെയ്യുന്ന സോ കോൾഡ് ആക്ടേഴ്സ്, അവർ അവതരിപ്പിക്കുന്ന നർമാവതരണ രീതി ഒരു ശൈലിയാണ്. തമിഴിൽ വന്നാൽ കുറച്ച് ഓവർഡു ആണ് തമിഴ്. മലയാളത്തിലെ നടന്മാരുടെ ഈ പറയുന്ന ഹ്യൂമർ പ്രസൻറ്റേഷൻ, അതിൻ്റെ ഒരു സ്കിൽ, അതൊരു ഇന്ത്യൻ സിനിമയിൽ, വേൾഡ് സിനിമയിൽ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നത്? വളരെ ഹൈ ആണ്. പ്രത്യേകിച്ചും ജഗതി ചേട്ടൻ്റെയൊക്കെ ഒരു ഹ്യൂമറിൻ്റെ ഒരു അദ്ദേഹം ചെയ്ത ഹ്യൂമറിൻ്റെ 2% പോലും ഇന്ത്യൻ സ്ക്രീനിലില്ല, ആർക്കും ചെയ്യാൻ പറ്റില്ല. അതുപോലെ മറ്റൊരു ഹ്യൂമറിൻ്റെ ചക്രവർത്തിയാണ് ജഗതി ചേട്ടൻ. പിന്നെ ശ്രീനിയേട്ടൻ ഡയലോഗ് കൊണ്ടും മുഖം കൊണ്ടും ഉണ്ടാക്കുന്ന ഹ്യൂമർ, അയാൾക്ക് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല എന്ന് പറയില്ലേ. മോഹൻലാലിൻ്റെ ആരാധകയാണെന്ന് വടക്കു നോക്കി യന്ത്രത്തിലെ നായിക പറയുമ്പോൾ അയാളത്ര ശരിയല്ല എന്നും കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ പക്ക മലയാളിയുടെ എല്ലാ കുഴപ്പങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഹ്യൂമർ. പിന്നെ ഓഫ് കോഴ്സ് ഈ ലാലേട്ടൻ്റെയൊക്കെ ഹ്യൂമർ എന്താണ് അതൊക്കെ അല്ലേ, തേൻ കുടിക്കുന്നു അങ്ങനെ ഒരു സംഭവമില്ലേ. ഓരോ കഥാപാത്രങ്ങളിലും എവിടെയെങ്കിലും ഉണ്ടാവും. എത്ര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുകയാണെങ്കിലും ഹ്യൂമറിൻ്റെ ഒരു എലമെൻ്റ് എവിടെയെങ്കിലും വന്ന് അതങ്ങ് തകർത്ത് കൊണ്ടുപോകും. ഇവരൊക്കെ വിജയിച്ചത്, ജയരാജേട്ടൻ വിജയിച്ചത് മലയാളിയുടെ വിമർശന ബോധത്തിന് അതിജീവിച്ചുകൊണ്ടാണ്. മലയാളി അത്ര എളുപ്പത്തിൽ കൈയടിച്ച് തരുന്നവരല്ല. എല്ലാ മലയാളിയുടെ ഉള്ളിലും വളരെ ബഹുമാനത്തോടെ പറഞ്ഞിട്ട് എല്ലാ മലയാളിയുടെ ഉള്ളിലും ഒരു നിഷേധി ഉണ്ട്. വെറുതെ സമ്മതിച്ചില്ല. ജയരാജ് വരെ മറ്റാളെങ്ങനെയുണ്ട്, ആ പടം എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, ആ മലയാളിയാണ് ഇവർക്കൊക്കെ വേണ്ടി കൈയടിക്കുന്നത്. അതെ. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മലയാളിയുടെ ഭരിതബോധം എന്ന് പറഞ്ഞാൽ വളരെ വലുതുമാണ്. ചെറിയ നർമ്മങ്ങൾക്കൊന്നും അനങ്ങില്ല. ഇപ്പോൾ കുഞ്ചനമ്പ്യാരാണല്ലോ, വേറെ അങ്ങോട്ടും പോകണ്ട, അവിടെ നിന്ന് തുടങ്ങിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നർമ്മം എന്ന് പറയുന്നത് ഭരണകർത്താക്കൾക്ക് നർമ്മം ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നല്ല നർമ്മബോധമുള്ള ഒരു ഭരണാധികാരി കേരളത്തിലുണ്ടെങ്കിൽ പകുതി പ്രശ്നം തീർന്നു. നമ്മൾ നർമ്മത്തെക്കുറിച്ച് പറയണു, ഒപ്പം സംഗീതത്തെക്കുറിച്ച് പറയണു. ജയരാജ് എന്ന പാട്ടിൻ്റെ ആസ്വാദകൻ, ആരാധകൻ. പാട്ട് എനിക്ക് വായുവാണ്. ഈ അടുത്ത കാലത്ത് സംഭവം ഉണ്ടായി. ഞാൻ കൽക്കത്തയിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അതിൽ രമേഷ് പിഷാരടിയും ടിനി ടോമും പിന്നെ എൻ്റെ പ്രിയ മറ്റൊരു ചങ്ങാതി മനോജ് കിജയനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അന്ന് തങ്ങി. പിറ്റേ ദിവസം വേറൊരു പരിപാടിക്ക് പോകണ്ടായിരുന്നു. അതൊന്നുമില്ല, എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്ന, എൻ്റെ ചേട്ടൻ ഡോക്ടർ മുരളീധരൻ, അദ്ദേഹം വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ലാബ് അങ്ങനെ അവിടെ ഡയറക്ടറാണ്. അപ്പോൾ പണ്ട് എന്നോട് പറഞ്ഞു നമുക്ക് സലിൽദായുടെ ഒരു ഈവനിങ് വെച്ചാലോ എന്ന് പറഞ്ഞു.
മ്യൂസിക് ഈവനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനൊരു ഐഡിയ പറയാം, ഞാൻ മലയാളം പാടാം. സലീൽദയുടെ കൂടെ വായിച്ച ആൾക്കാരാണ്. സലീൽദയുടെ പാട്ട് പാടുന്ന ഒരു കക്ഷിയുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ മലയാള പാട്ട് പാടാം, അതിൻ്റെ ബംഗാളി വെർഷൻ പാടണം. എൻ്റെ ദൈവമേ, ഞാൻ ഇന്നേ വരെ പാടാത്ത പാട്ടുകളാട്ടോ. കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും എന്ന് ഞാൻ പാടി നിർത്തുമ്പോൾ അത് ബംഗാളി ഫോക്കാ. ഈ ഫോക്ക് സലീൽദ ബംഗാളിൽ ചെയ്തത് മറ്റേ ആൾ പാടും. പോലോ തോരോ തൊന്തരത് ആ വികാരം കൊള്ളും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാനസമൈനേ വരൂ മധുരം നുള്ളി തരൂ നിന്നരുമപ്പൂവാടിയിൽ നീ. ഇത് പാടി കഴിയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫോക്ക് സലീൽദയുടെ പാടാണ്. അപ്പോൾ ഇത് ദുഃഖഗാനാണ്. അതായത് പരീക്കുട്ടിയുടെ ദുഃഖമല്ലേ ഇത്. അങ്ങനെ അവിടുത്തെ ഫോക്ക് പാടുമ്പോൾ ഭയങ്കര ഉത്സാഹം. അപ്പോൾ ആ ഫോക്കിൻ്റെ പിന്നെ കേളി നളിനം വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ വ്രീളാവതി, ഇത് പാടുമ്പോൾ അതിൻ്റെ പാടുക. അങ്ങനെ ഓരോ പാട്ടും, നാടൻ പാട്ടിലെ മൈന, എല്ലാ പാട്ടുകളും. മദനോത്സവം സലീൽദ അത് പാടി ഞാൻ പാടി നിർമ്പോൾ ഒന്നും തോന്നരുത്. സാഗരമേശാന്തമാകനീ സാന്ധ്യരാഗം മായും നീതാ ചൈത്രദിനവധു. ഇത് തന്നെ അവർ അവിടുത്തെ ഭാഷയിൽ ചെയ്തതേ. ഞാനങ്ങോട്ട് മലർക്കുടി പോലെ സലീൽദയാണ്. ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത തോന്നിയത് മലയാള സിനിമയിൽ ഏറ്റവും ലെങ്ത് ഉള്ള പല്ലവി ആ പാട്ടാണ്. കാരണം ജയലളിത നോക്കുക, പാടി പാടി പെട്ടെന്ന് തീരുന്നില്ല എന്റെ പല്ലവി, വളരെ ലെങ്ത് ഉള്ളതാണ്. സംഗീത സംവിധായകരുമായിട്ടൊക്കെയുള്ള സൗഹൃദം. അയ്യോ, എനിക്ക് മറ്റേ ദേവരാജ മാഷ്, ഞാൻ ഡഡ്ലി ഫാനാ, ടച്ച് വുഡ്. ദേവരാജ മാഷ് എന്നോട് പറഞ്ഞ നർമ്മങ്ങളുണ്ട്. ചില പാട്ടുകാരെ കുറിച്ച്, ചില പാട്ടുകാരൻ എത്ര ആഗ്രഹപ്പാട്ടുകാരെന്നാണ് പറയണത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനും ആഗ്രഹപ്പാട്ടുകാരനാ. ഇയാളെ എനിക്കറിയാം. ഇപ്പം ഒരാൾ വലിയൊരാളാണ്, അയാൾ പാട്ട് പാടാൻ വരിക, മാഷ പരിപാടിയാണ്. അപ്പോൾ അയാൾ വരുമ്പോൾ മാഷ് പറയാം ഇതാ വരുന്നു പാട്ടുകാരനാ, കൊള്ളാം, നല്ല മീശ, നല്ല മുഖം, വന്നു പാട്ട് പുസ്തകം എടുത്തു, കീബോർഡുകാരൻ്റെ അടുത്തോട്ടാ, ഇനിയിപ്പം ശ്രുതി നോക്കുക, വന്നു മൈക്ക് എടുത്തു, ഇനി ആ പ്രശ്നം. കാരണം ഇതുവരെ ഭംഗിയാ. ദേവരാജ മാഷ്, പിന്നെ രാഘവൻ മാഷ് മലയാളത്തിൻ്റെ തെളിനീരാണ്. മലയാളത്തിൻ്റെ ഫോക്ക് എന്ന് പറയുന്നത് രാഘവൻ മാഷയാണ്. ഞാൻ രാഘവൻ മാഷോട് ചോദിച്ചു ഒരു സൗഹൃദ, ഞാൻ ചോദിച്ചു സാർ ഈ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട് രാഘവൻ മാഷയുടെ, മാനത്തേ മഴമുകിൽ മാലകളേ. ഞാൻ ചോദിച്ചു സാർ ഇത് എങ്ങനെയാണ് അത് ട്യൂൺ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് അത് ഫോക്കല്ലേ, മാനത്തേ മഴമുകിൽ മാലകളെ, ഫോക്ക്. അത് അങ്ങനെ പറ്റില്ല സിനിമയ്ക്ക്. മാനത്തെക്കായാലും പിന്നെ അയ്യോ, പി ഭാസ്കരൻ മാസ്റ്ററും കെ രാഘവൻ മാസ്റ്ററും ഈ സംഭവം ഉണ്ടാക്കിയത്. ജയരാജനോട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു പരാതി. ആദ്യം ഞാനൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് പരാതിയിലേക്ക് വരാം. ജയരാജൻ സ്വന്തം കഴിവുകളെ അവതരണത്തിൻ്റെ രീതിയിലും അഭിനയത്തിൻ്റെ രീതിയിലും ആലാപനത്തിൻ്റെ രീതിയിലൊക്കെ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിലും ജയരാജനൊരു ഭാഷയിലുള്ള ഈ പരിജ്ഞാനം, വായിച്ചു കിട്ടിയ അറിവിനെ പാട്ടെഴുത്തിൻ്റെ രൂപത്തിലോ ഒരു സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിലോ വലിയ അളവിൽ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല? അല്ലെങ്കിൽ ഒരു സിംഗർ എന്നുള്ള ലെവലിൽ എന്തുകൊണ്ട് കുറച്ചും കൂടെ? അല്ല, ഞാൻ പറയട്ടെ, ഇത് അതൊക്കെ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പം ഞാൻ പറയാം, സ്ക്രിപ്റ്റ് എഴുതാൻ പോകാന്ന് പറഞ്ഞാൽ എനിക്ക് നർമ്മ സന്ദർഭങ്ങളൊക്കെ കൂട്ടി ഇണക്കാനൊക്കെ അത്യാവശ്യം അറിയാം. പക്ഷേ എത്രയോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് ഇവിടെ. പാട്ട് എഴുതാൻ പോകണു, എത്ര പാട്ട് എഴുത്തുകാർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം അടിച്ച് അതൊക്കെ സ്റ്റേജിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷി, അതെ, ആ പക്ഷി കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തൊരു പക്ഷി, അതിനെ ഭംഗിയാക്കാൻ എന്താ വഴി? മയിലിൻ്റെ കുറച്ച് പീരി എടുത്ത് വയ്ക്കുക, വേറെ കുറച്ച് തൂവലെടുത്ത് വയ്ക്കുക, ഇതൊക്കെ വെച്ചിട്ട് ആകെ ചന്തള്ള വേറെ ഒന്നാക്കുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ലേ? അതുപോലെ. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, നാളെ എന്തോ ആവാം. പാട്ടുകാരൻ, അടുത്ത നിമിഷം എന്ത്, ഗായകൻ എന്ന നിലയിൽ സിനിമയിലെ കാട്ടുമാക്കാൻ ഞാൻ പാടിയിട്ടുണ്ട്.
കുറച്ചും കൂടെ പ്ലേ ബാക്ക് കുറച്ചുകൂടെ ഇല്ലാന്നേ, അത് വെറുതെ ഈ ഗായകന്മാരുടെ ശത്രുത പിടിച്ചു. മറ്റേ എന്നെ പറ്റി പറഞ്ഞില്ലേ ഒരാൾ, ആരാ ജയരാജ് വരാ, ഒരു തേങ്ങറിയില്ലേട്ടാ അയാൾക്ക്. എനിക്കതാ ഇഷ്ടം. നമ്മളിങ്ങനെയൊക്കെ മതി. നമുക്ക് അഭിനയമാണ് ബേസ്. കാരണം എന്താ പറയുക, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ആക്ടർ എന്നുള്ളൊരു ലക്ഷ്യമാണ്. നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് നാടകത്തിലേക്കും ഒന്ന് കാരിക്കേച്ചറിലേക്കും സിനിമയിലേക്കൊക്കെ ഒന്ന് ആക്ടിങ് ആണ്. ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണ്ടേ. നമുക്ക് ഇന്നത്തെ ആർട്ടിസ്റ്റ് ബിഡ്ജായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിന് ചേർന്ന് ഇനി ചോദിക്കാനുള്ളൊരു കാര്യം തൃശ്ശൂരിനെ കുറിച്ചാണ്. ഇപ്പം നേരത്തെ പല ഉപമകളും പറയുമ്പോഴൊക്കെ തൃശ്ശൂർ ഭാഷ ഇങ്ങനെ രസകരമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. തൃശ്ശൂർ നൽകിയൊരു സ്വാധീനം, സാന്ത്വനം, സന്തോഷം. തൃശ്ശൂരാണ് ഞാൻ. ഇത് ക്ഷേത്രനഗരിയാണ്, പൂരനഗരിയാണ്. തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, തൃശ്ശൂർ കാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും അഭിമാനത്തോട് പറയും കണ്ണിങ്ങാണ്. അഭിപ്രായങ്ങൾ മുഖത്ത് നോക്കിയിട്ട് അങ്ങോട്ട് പറയും, എന്നിട്ട് പറയും ചായ കുടിക്കുക എന്ന് പറയും. സത്യസന്ധാണ് തൃശ്ശൂർ. സ്ട്രെയിറ്റാണ്, വളച്ചു കെട്ടൊന്നുമില്ല, ഇങ്ങനെ സുഖിപ്പിച്ച് രസിപ്പിച്ച് നിർത്തലൊന്നുമില്ല. എൻ്റെ പരിപാടി മോശമാണെങ്കിൽ ഏയ് എന്ത് പറ്റി, ശരിയല്ലോ എന്ന് പറയും, മൂടായില്ലോ എന്ന് പറയും. അത് പറയാൻ കഴിയുന്നവരാണ് തൃശ്ശൂർക്കാർ. പിന്നെ മാത്രമല്ല, തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, എന്നോടൊരു വലിയ നടൻ പറഞ്ഞാണ്, തൃശ്ശൂർക്കാരനായിട്ടൊരു നടൻ, വലിയൊരു നടനാണ്, വലിയ നടൻ, സീനിയർ നടനാണ്, നല്ല സുന്ദരനായ സീനിയർ നടൻ. അദ്ദേഹം ഒരു ദിവസം പാൻറ്റും ഷർട്ടൊക്കെ ഇൻ ചെയ്തിട്ടിങ്ങനെ ആശുപത്രി പടിയുടെ അതിൽ നടന്നു പോകുമ്പോൾ ഒരാൾ പറഞ്ഞു, ആ ചേട്ടാ പടങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടാ, ടോപ്പുണ്ട്, പക്ഷേ അഭിനയം കുറച്ചും കൂടി മെച്ചപ്പെടുത്താറുണ്ട് കേട്ടാ എന്നതങ്ങ് നേരിട്ട് പറയാണ്. അങ്ങനെ പറയാം, ഇറങ്ങി നടക്കേണ്ടിയിരുന്നു ഓപ്പൺ സ്പേസിൽ. അതാണ് തൃശ്ശൂരിൻ്റെ. അതെന്താ വെച്ചാൽ ഈ ഭാഷയുടെ ഒരു താളാത്മകതയും പിന്നെ ഈ എല്ലാം ഈ പൂരം കാഴ്ചകളല്ലേ, ഉത്സവാന്തരീക്ഷമാണ് മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് ലഹരിയാണ് എപ്പോഴും, ഉത്സവലഹരി. ജീവിതം തന്നെ ഉത്സവമാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഉത്സവ പ്രതീതികളുടെ അഭിനയ ജീവിതം, കലാജീവിതം തുടർന്നുകൊണ്ടിരിക്കാൻ ചെയ്യാൻ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.